ശത്രുക്കൾ പറയാണ്, മുഹമ്മദെ നീ കൊണ്ടുവന്നത് സത്യമാണെങ്കിൽ ഞങ്ങൾക്കതിൻ്റെ പ്രൂഫ് വേണം. എന്തെങ്കിലുമൊക്കെ ഹലാക്ക് ഇങ്ങോട്ട് ഇറങ്ങട്ടെ, ഞങ്ങളത് വിശ്വസിക്കണില്ല, എന്താ കാണാൻ നോക്കട്ടെ. അള്ളാന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കാതെ ആ ഹബീബിന് നേരെ വല്ലാതെ അതിക്രമം അയച്ചു വിട്ടവരായിരുന്നല്ലോ പല മുശ്രിക്കീങ്ങളും. ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല ചെയ്യാൻ വേണ്ടിയിട്ട് ദാറുന്നദ്വയിൽ അവർ ഒരുമിച്ച് കൂടിയല്ലോ. അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ ആ സംഭവത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. വഇദ് യംകുറു ബികല്ലദീന കഫറൂ ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ يخرجوك ويمكرون ويمكر الله والله خير الماكرين. കാഫിരീങ്ങളായ ആളുകൾ തങ്ങളെ ചതിക്കാൻ, തങ്ങളെ കൊല ചെയ്യാൻ, തങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ അവർ മെനക്കെട്ട് പണിയെടുത്തത് അള്ളാഹു അറിയാണ്. അള്ളാഹു അറിഞ്ഞിട്ടുണ്ട്. അവരെ ചതിയേക്കാൾ വലിയ ചതി അള്ളാന്റെ പക്കലുണ്ട്. വല്ലാഹു ഖൈറുൽ മാകിരീൻ. അള്ളാഹുവിന് നല്ലോണം ചതിക്കാനും അറിയാകട്ടോ. ഇങ്ങോട്ട് ചതിയാണെങ്കിൽ അങ്ങോട്ടും ചതിയാണ്. അല്ലാഹു ഖൈറുർ റാസിഖീൻ വല്ലാഹു അർഹമുർ റാഹിമീൻ. ഇതേ പറഞ്ഞ ഖുർആൻ തന്നെയാ ഈ വാക്കും ഉച്ചരിക്കുന്നത്. അങ്ങോട്ട് അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ കനത്തത് നിങ്ങൾ തിരിച്ചടി ഏൽക്കേണ്ടി വരുമെന്നാണ് ഈ ആശയം. അള്ളാന്റെ ഹബീബിന് വിവരം ലഭിച്ചതാണ്. അള്ളാന്റെ ഹബീബ് ആ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോയതാണ്, മദീനത്തേക്ക് ഹിജ്റ പോയതാണ്. ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. അള്ളാന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏതെല്ലാം വിധേന ആക്രമിക്കാൻ കഴിയുമോ, പ്രയാസപ്പെടുത്താൻ കഴിയുമോ അവര് നോക്കിയതാണ്. പറ്റുമെങ്കിൽ പ്രൂഫ് വരട്ടെ, ഞങ്ങൾക്ക് ഹലാക്ക് വരട്ടെ, ഞങ്ങളത് ഏറ്റുവാങ്ങിക്കോളാം എന്നുവരെ പറഞ്ഞവരുണ്ട്. നളർ ഇബ്നു ഹാരിസ് അവരിൽപ്പെട്ടവരാണ്. അങ്ങനെ പറഞ്ഞ വാക്ക് നളർ ഇബ്നു ഹാരിസിൻ്റെതാണ്. പക്ഷേ അള്ളാഹു ശിക്ഷ ഇറക്കിയിട്ടില്ല, അള്ളാഹു ശിക്ഷ ഇറക്കൂല. ഖുർആൻ സൂറത്തുൽ അൻഫാൽ വഇദ് ഖാലുല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക് ഫഅംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാ ഔ ഇതിനാ ബിഅദാബിൻ അലീം. മുഹമ്മദേ, നീ പറയുന്നത് സത്യമാണെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു തെളിവായി ഞങ്ങൾ കാണിക്കട്ടെ, ഞങ്ങൾക്ക് കാണിച്ചു തരട്ടെ. കല്ലിനാലുള്ള മഴ വർഷിക്കട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധേന ഒരു അദാബ് ഞങ്ങളൊന്ന് കാണട്ടെ, എന്നാൽ ഞങ്ങൾ വിശ്വസിക്കാമെന്ന് പറഞ്ഞവരുണ്ട് നബിയെ. പക്ഷേ വമാ കാനല്ലാഹു ലിയുഅസിബഹും വഅൻത ഫീഹിം. തങ്ങളാ സമുദായത്തിലായിരിക്കെ ഒരു സമുദായത്തെ അള്ളാഹു അങ്ങനെ പാടെ നശിപ്പിക്കൂല നബിയെ. വമാ കാനല്ലാഹു മുഅസിബഹും വഹും യസ്തഗ്ഫിറൂൻ. രണ്ടാമത് നശിപ്പിക്കാതെ രക്ഷപ്പെടാനുള്ള ഒരു പോംവഴി ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന ഒരു ഉമ്മത്താണോ അവരെയും നമ്മൾ ശിക്ഷിക്കൂല നബിയെ. അള്ളാന്റെ ഹബീബുണ്ടോ, ആ ഉമ്മത്ത് ശിക്ഷിക്കപ്പെടൂല. റഹ്മത്തുൽ ലിൽ ആലമീന, ഈ ലോകത്തിന് മുഴുവനും അനുഗ്രഹമായിട്ടാ വന്നത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ആലമീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹയല്ലാത്ത മുഴുവനത്തിനും അനുഗ്രഹമാണെന്നാണല്ലോ. ഒരിക്കലും ലിൽ മുസ്ലിമീൻ എന്നല്ലല്ലോ പറഞ്ഞത്. മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും സർവചരാചരങ്ങൾക്കും അള്ളാന്റെ ഹബീബ് റഹ്മത്താണ്. മുത്തുനബിയെ വിശ്വസിക്കാത്തവർക്കും റഹ്മത്താണ്. അതല്ലേ ഇവിടെ കണ്ടത്. ആ ഹബീബിനെ എതിർത്തവർക്കും അള്ളാഹു ശിക്ഷ ഇറക്കുന്നില്ല. പടച്ചോൻക്ക് കഴിയുമല്ലോ അവരെ മാത്രം സെലക്ട് ചെയ്ത് ശിക്ഷിക്കാൻ. ഇല്ല നബിയെ, തങ്ങളോടുള്ള എന്റെ മഹബത്തിന്റെ പ്രകടനമാണ്. വമാ കാനല്ലാഹു ലിയുഅസിബഹും വഅൻത ഫീഹിം. തങ്ങൾ അവിടെയുണ്ട്, ആ ഉമ്മത്തിനെ ഞാൻ ശിക്ഷിക്കൂല. അതെന്തൊരു വലിയ കാരുണ്യ മുഅ്മിനീങ്ങളെ. ഇത് നമ്മൾ മുതലെടുപ്പ് നടത്തുക, ഇത് നമ്മൾ മുതലാക്കുക. അല്ലെങ്കിൽ എപ്പോഴോ ഈ ഉമ്മത്തിനെ തകിടം മറിക്കേണ്ട സമയം കഴിഞ്ഞോ എന്ന് പലപ്പോഴും നമ്മൾ പലതും കാണുമ്പോൾ ചിന്തിക്കലില്ലേ? ആലോചിച്ച് നോക്കി.
ഇത് അള്ളാന്റെ ഹബീബിന്റെ ഉമ്മത്തായതുകൊണ്ട് കിട്ടിയ മാത്രം പവറാ. അത് നാളെ ആഖിറത്തിൽ ഒന്നും കൂടി ബോധ്യാകുന്ന സമയമുണ്ട്. മറ്റു ഉമ്മത്തുകൾ പറയും, പടച്ചോനെ ഞങ്ങളൊക്കെ എത്ര കൊല്ലാ ജീവിച്ചത്, 1000-ഓളം വർഷം ജീവിച്ച് ചെയ്ത അമലുണ്ട് ഞങ്ങൾക്ക്, എന്നിട്ട് വെറും 10-20 വർഷം ജീവിച്ച ഉമ്മത്ത് മുഹമ്മദിന്റെ ആൾക്കാർ അതാ പോണടാ സ്വർഗത്തേക്ക്. ഞങ്ങളിങ്ങനെ ഇവിടെ ബാക്കില് അതാരാ അനുയായി, ആരനുയായ നോക്ക്, ആരനുയായ നോക്ക്. നേതാവിന്റെ പവർ പോലെ ഉണ്ടാകും അനുയായിന്റെ പവർ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ആ ഹബീബ് ഇപ്പോഴും നമുക്ക് അനുഗ്രഹമാണ്. ഇപ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് ഹയാത്തിലാണ്. നമ്മളെ ഭൗതിക ലോകത്തുനിന്ന് പിരിഞ്ഞു. ഹയാത്തി ഖൈറുൽ ലക്കും വമമാതി ഖൈറുൽ ലക്കും, ഹയാത്തി റഹ്മത്തുൽ ലക്കും വമമാതി റഹ്മത്തുൽ ലക്കും. എൻ്റെ ജീവിതവും എൻ്റെ മരണവും നിങ്ങൾക്ക് കാരുണ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ. മരിച്ച് മണ്ണോട് ചേർന്ന് പോയി എന്ന് പറയല്ലേ മുഅ്മിനേ. അങ്ങനെ ഒരു ഈമാനുള്ളവന്റെ നാവ് കൊണ്ട് പറയാൻ കഴിയൂല. അള്ളാന്റെ ഹബീബ് കാണുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്. അള്ളാഹു അറിയിച്ചു കൊടുക്കുന്നത് പ്രകാരം ഇതല്ലേ സുന്നത്ത് ജമാഅത്ത്. അള്ളാന്റെ ഹബീബ് ഉള്ളത് കൊണ്ടാ നമ്മൾ ഇന്നും ഹിഫ്ളിലായി കഴിയുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ഉയർത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. വാനലോകത്തേക്ക് അള്ളാഹു ഉയർത്തിക്കൊണ്ടുപോയിട്ടുണ്ട്. മുത്തായ തങ്ങളെ അള്ളാഹു കൊണ്ടുപോയില്ല. മദീനത്തെ മണ്ണല്ലേ ഈ ലോകത്ത് ഏറ്റവും പവറുള്ള മണ്ണ്. എന്തേ ആ മണ്ണിന് പവർ കിട്ടാൻ കാരണം? അത് അള്ളാന്റെ ഹബീബിന്റെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന മണ്ണായതുകൊണ്ടാണ്. അതിനേക്കാൾ വലിയ ഒരു സൃഷ്ടിയില്ല. അഷ്റഫായ സൃഷ്ടി കഅബയല്ല, അഷ്റഫായ സൃഷ്ടി ഹജറുൽ അസ്വദല്ല, സ്വർഗമല്ല, കലമല്ല, കുർസിയല്ല, ലൗഹല്ല. ഏറ്റവും അഷ്റഫായ സൃഷ്ടി മുഹമ്മദ് മുസ്തഫ. ആ തങ്ങളുമായി ബന്ധപ്പെട്ടതിന് പിന്നെ ഷറഫില്ലെങ്കിൽ ഇന്ന് എന്തിനാ ഷറഫുള്ളത്? അവിടുത്തെ കൈവരയിൽ ഇടയിലൂടെ പുറപ്പെട്ട വെള്ളത്തിനാ 1-ാം നമ്പർ സ്ഥാനമുള്ളത്. അവിടുത്തെ ശരീരത്തോട് ഒട്ടിക്കിടക്കുന്ന മണ്ണിനാണ് 1-ാം നമ്പർ സ്ഥാനമുള്ളത്. അവിടുത്തെ അഹ്ലുബൈത്ത് കുടുംബ പരമ്പര ഇവിടെ ഇരിക്കുന്നു. സയ്യിദ് ജലാല് തങ്ങള്, അതേ സയ്യിദന്മാരെ പവർ എന്താണ്? അവിടുത്തെ രക്തമാ സിരകളിലോടുന്നത്. ഇതല്ലേ മുത്തുനബിയുടെ പവർ. അവിടുത്തെയുമായി ബന്ധപ്പെട്ടതിനെല്ലാം 1-ാം സ്ഥാനമാ. ഓ എൻ്റെ മുഅ്മിനീങ്ങളെ, ആ ഹബീബിന്റെ കാരുണ്യം ലഭിക്കണം നമുക്ക്. ഇന്നും അവരമനത്താണ്. അള്ളാന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, എൻ്റെ സ്വഹാബത്ത് ഈ ഉമ്മത്തിന് അമനത്താണ്. ഈ ഉമ്മത്തിന്റെ വലിയ കാവൽ ഭടന്മാരാണ് എൻ്റെ സ്വഹാബത്ത്. ആ സ്വഹാബത്ത് നീങ്ങിയാൽ, അവര് പോയാൽ എൻ്റെ ഉമ്മത്ത് പ്രയാസത്തിലായി പോവാണ്. എൻ്റെ നക്ഷത്രങ്ങൾ തുല്യരായ സ്വഹാബത്ത് അവര് ഈ ഉമ്മത്തിന് വലിയ കാവലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ രക്ഷകരായി വെച്ചവരാണ് അവരെല്ലാം. ആ സ്വഹാബത്തിന് അമനത്തായിരുന്നു മുത്തുനബി. ഈ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എല്ലാ കാലത്തേക്കും അമനത്താണ്. അന്ന് പിറക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ആ ഹബീബിന്റെ ചാരച്ചെന്നെന്റെ രോഗം മാറ്റണം, എനിക്ക് വലിയ വിഷമുണ്ട് നബിയെ എന്ന് പറഞ്ഞ സ്വഹാബത്തിനെ പോലെ ചെന്നൊന്നു സങ്കടം പറയാൻ നമുക്കില്ല. അവിടുത്തേക്ക് വെള്ളമില്ല, പ്രയാസത്തിലാ, നാട് വറ്റി വരണ്ടിട്ടുണ്ട് നബിയെ, ഞങ്ങൾക്ക് വെള്ളം വേണം നബിയെ. ഒന്ന് റബ്ബിലേക്ക് കൈമലർത്താനാ ചെന്ന് ആവശ്യപ്പെടുന്നത്. അള്ളാന്റെ ഹബീബ് കൈമലർത്തുമ്പോഴേക്ക് മഴ വർഷിക്കാണ്. ഇന്ന് നമുക്കൊന്ന് ചെന്ന് പറയാൻ മുത്തുനബി നമ്മുടെ കൺമുമ്പിലില്ലെങ്കിലും ആ ഹബീബ് നമുക്ക് തുണയാ, റഹ്മത്താ. മുത്തുനബിയെ പിടിച്ചോ, സ്വലാത്ത് വർദ്ധിപ്പിച്ചോ, മഹബത്തിലായി ജീവിച്ചോ. റബ്ബിലേക്ക് കൈമലർത്താൻ ഹബീബിനേക്കാൾ അർഹതപ്പെട്ട ഒരാളെ അല്ലാഹ് വെച്ചിട്ടില്ല. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ഖൽബ് അല്ലാഹു നന്നാക്കി തരട്ടെ.
ഹബീബായ തങ്ങളെ കൊണ്ട് ഈ ഉമ്മത്തിന് അല്ലാഹു ഹിഫ്ള് നൽകട്ടെ. റബ്ബേ ഞങ്ങളെ ഖബൂൽ ചെയ്യണേ റഹ്മാനെ, ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണേ അല്ലാഹ്. ഈമാൻ, ഇഖ്ലാസ്, തഖ്വ, വറഅ വർദ്ധിപ്പിക്കണേ റബ്ബേ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഈ മഹല്ലിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, പരിസര നാടിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, ഈ ജമാഅത്തിന് സ്വതക്ക നൽകിയ ഉമ്മ, ആ സാറ ഉമ്മയുടെ സംഭാവന റബ്ബേ, ഈ മസ്ജിദിന്റെ നിർമ്മാണത്തിലേക്ക് സംഭാവന നൽകിയവർ ആരെല്ലാം എന്തെല്ലാം നൽകിയോ എല്ലാം നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ റാഹത്ത് കൊടുക്കണേ അല്ലാ. അവരെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. റബ്ബന, രോഗമായി കഴിയുന്നവർക്കെല്ലാം നീ ആജിലായ ശിഫ നൽകണേ തമ്പുരാനെ. വിഷമങ്ങൾ ഏറെ അനുഭവിക്കുന്നവരുണ്ട്, സാമ്പത്തികമായി, ജോലിപരമായി എല്ലാം നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ. പദ്ധതി എന്തെല്ലാം ഞങ്ങളെ കൽവിലുണ്ടോ, പ്ലാനുകൾ ഖൈറായതൊക്കെ ഖൈറായ സമയത്ത് ഖൈറായ രൂപത്തിൽ അടുപ്പിച്ചു തരണേ അല്ലാ. എല്ലാ ഷർറും ഞങ്ങളിൽ നിന്ന് തട്ടിമാറ്റണേ അല്ലാ. കഷ്ടനഷ്ടങ്ങളെ തൊട്ട് കാവലാകണേ അല്ലാ. കടക്കണിയിൽ നിന്ന് രക്ഷ നൽകണേ റബ്ബെ. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഈ മാസം മദ്ഹിലായി, മഹബ്ബത്തിലായി, പ്രത്യേകിച്ചും റബീഉൽ അവ്വലിനെ സ്നേഹിച്ച് അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് പറയാൻ, സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. ഈമാൻ കാമിലായി അവസാനം നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ പെടുത്തി തരണേ അല്ലാ. ഹബീബിന്റെ ശഫാഅത്തിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. ആമീൻ ബിറഹ്മതിക് യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.